ഇന്നലെ പറഞ്ഞതിന്റെ മാറ്റാണത്. ഇന്നലെ പറഞ്ഞല്ലോ. ഇന്നലെ എന്തേ പറഞ്ഞത്? ഇൽമ തേടൽ കൊണ്ടുള്ള എന്റെ ഉദ്ദേശ്യം മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുക, സമശീർഷരേക്കാൾ മികച്ചു നിൽക്കുക, ജനങ്ങളെ നിന്നിലേക്ക് ആകൃഷ്ടരാക്കുക, ദുനിയാവിന്റെ ഈ ചരക്കുകളൊക്കെ സമ്പാദിക്കുക. ഇതാണെങ്കിൽ നിന്റെ ഇടപാട് പരാജയം സംഭവിച്ചതാണ്, നിന്റെ കച്ചവടം നാശത്തിലാണ്, നിനക്ക് പഠിപ്പിച്ചു തരുന്ന ഉസ്താദ് നിന്റെ ദോഷത്തിൽ പങ്കാണ്, അയാൾ ഏതുപോലെ കൊള്ളക്കാർക്ക് എന്ത് വിൽക്കും പോലെ വാള് വിറ്റയാളെപ്പോലെ എന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി അതിന്റെ മാറ്റം ഇൻകാനത്ത് നീയത്തുക്ക, നിന്റെ നീയത്താണെങ്കിൽ, നിന്റെ ഉദ്ദേശ്യമാണെങ്കിൽ, നിന്റെ ലക്ഷ്യവുമാണെങ്കിൽ, ബൈനക വ ബൈനല്ലാഹി, നിനക്കും അള്ളാഹുവിനും ഇടയിലുള്ളതായ നിന്റെ ലക്ഷ്യമാണെങ്കിൽ, എന്തിനാൽ മിൻ ത്വലബിൽ ഇൽമി, ഇൽമ് തേടലിനാൽ. എന്താണ് ലക്ഷ്യമെങ്കിൽ അൽ ഹിദായത്ത, ഹിദായത്താണെങ്കിൽ, സന്മാർഗമാണെങ്കിൽ, നേർമാർഗം ആണ് ഉദ്ദേശ്യമെങ്കിൽ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ ഇൽമ് തേടൽ കൊണ്ട് നിന്നെ തൊട്ടും മറ്റു അറിവില്ലാത്തവരെ തൊട്ടും ഈ അറിവുകളൊക്കെ മാറ്റിയിട്ട്, അറിവില്ലായ്മ മാറ്റിയിട്ട് എല്ലാവർക്കും അറിവ് പകരണം, അങ്ങനെ ഇവിടെ ദീനിനെ സജീവമാക്കണം, അങ്ങനെ ലക്ഷ്യം വെക്കലാണെങ്കിൽ ദൂര മുജറദി റിവായത്തി, കേവലം ഉദ്ധരിക്കൽ കൂടാതെ, ഇന്ന പണ്ഡിതൻ പറഞ്ഞു ആ പണ്ഡിതൻ പറഞ്ഞു അത് ഇങ്ങനെ വാരി വലിച്ചു പറയാ, അതാണ് ദൂന മുജറദി റിവായത്തി, കേവലം ഉദ്ധരിക്കൽ കൂടാതെ. മനസ്സിലായോ? എന്നാൽ ഫഅബ്ശിർ, നീ സന്തോഷിക്കുക. അപ്പോൾ നീ സന്തോഷിക്കുക, നീ സന്തോഷിച്ചോ. ഫഇന്നൽ മലായികത, കാരണം മലക്കുകൾ, തബ്സുത്തു ലക, തബ്സുത്തു, ആ മലക്കുകൾ വിരിച്ചുതരും, വിരിച്ചുതരും, പരത്തിത്തരും, ലക, നിനക്ക് വേണ്ടി, അജ്നിഹതഹ, ആ മലക്കുകളുടെ ചിറകുകളെ, മലക്കുകളുടെ ചിറകുകളെ. എപ്പോൾ? ഇദാ മശൈത, നീ നടന്നാൽ, ഇദാ മശൈത, നീ നടന്നാൽ. പിന്നെ വഹീതാനുൽ ബഹരി, സമുദ്രത്തിലെ മത്സ്യങ്ങൾ. ഹൈത്താന്റെ ജംഅ, ഹൈതാനുൽ ബഹരി, സമുദ്രത്തിലെ മത്സ്യങ്ങൾ. തസ്തഗ്ഫിറു ലക, നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടും. ഇദാ സഅയ്ത, നീ ഒരു പണ്ഡിതനിലേക്ക് നടന്നാൽ, ഇദാ സഅയ്ത, നീ ഒരു പണ്ഡിതനിലേക്ക് നടന്നാൽ. അതങ്ങനെ തന്നെയാണല്ലോ, നേരത്തെ പറഞ്ഞില്ലേ. കാരണം ലോകത്തിന്റെ നിലനിൽപ്പ് ഇൽമു കൊണ്ടാണ്. ലോകത്തിന്റെ നിലനിൽപ്പ് എന്തുകൊണ്ടാണ്? ഇൽമു കൊണ്ടാണ്. ഇൽമില്ലെങ്കിൽ ലോകം തകരും. ഇൽമില്ലെങ്കിൽ എന്ത് ചെയ്യും? ലോകം തകരും. വിവരമുള്ളവർ ഇവിടെ ഇൽമ് അതിന്റെ മുറക്ക് പ്രചരണം ചെയ്യും, പ്രചരിപ്പിക്കുമ്പോഴാണ് അതനുസരിച്ച് ആളുകൾ ഇവിടെ ജീവിക്കുള്ളൂ. അപ്പൊ ആ ശരീഅത്തിന്റെ നിയമങ്ങളിൽപ്പെട്ടതാണ് ജീവികളെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പൊ അതിവിടെ പണ്ഡിതനല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ജീവികളൊക്കെ ആർക്ക് പൊറുക്കലിനത്തോടും അറിവ് പഠിക്കുന്ന ആളുകൾ. തിരിഞ്ഞോ? വലാകിൻ, പക്ഷേ, യംബഗീലക, നിനക്ക് അനിവാര്യമാണ്, യംബഗീലക, നിനക്ക് അനിവാര്യമാണ്, അൻ തഅലമ, നീ അറിയൽ, ഖബ്ല കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും മുമ്പ്, ഖബ്ല കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും മുമ്പ് എന്ന് പറഞ്ഞാല് മതപരമായി തേടപ്പെട്ട അമലുകൾ ചെയ്യാൻ ആരംഭിക്കും മുമ്പ് നീ മനസ്സിലാക്കണം. എന്ത്? അന്നൽ ഹിദായത്ത, തീർച്ചയായും ഹിദായത്ത്, അല്ലത്തി, എങ്ങനത്തെ ഹിദായത്താണ്? ഹിദായത്ത് പറഞ്ഞെന്താ? അള്ളാഹുവിലേക്ക്, അള്ളാഹു സുലൂഖു ത്വരീഖി ഇലല്ലാഹി, അള്ളാഹുവിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കുക, അള്ളാഹുവിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കുക, അതാണ് ഇപ്പൊ ഈ ഹിദായത്ത്. ആ ഹിദായത്ത്, അല്ലത്തി, എങ്ങനത്തെ ഹിദായത്താണ്? ഹിയ സമറത്തുൽ ഇൽമി, അത് ഇൽമിന്റെ ഫലമാണ്, ഇൽമിന്റെ ഫലമാണ്. അപ്പൊ ഇൽമുണ്ടാകുമ്പോഴല്ലേ ഇതുണ്ടാകുക? ഇൽമിന്റെ ഫലമായ ഹിദായത്ത്, ലഹാ, അതിനിക്കുണ്ട്, ബിദായത്തുൻ, ഒരു തുടക്കമുണ്ട്. എന്തുണ്ട്? ബിദായത്തുൻ, അതാണ് ത്വരീഖത്ത്, ശരീഅത്ത് ത്വരീഖത്ത് എന്ന് പറയുന്നത്, ശരീഅത്ത് ത്വരീഖത്ത് എന്ന് പറയുന്നത്. വനിഹായത്തുൻ, ഒരു അവസാനവുമുണ്ട്, ഒടുക്കവുമുണ്ട്, അതിനാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ തുടക്കമില്ലാതെ ഒടുക്കണ്ടാവൂല, തുടക്കമില്ലാതെ ഒടുക്കണ്ടാവൂല. അപ്പൊ ഈ ശരീഅത്ത് അനുസരിച്ച് അമല് ചെയ്ത് അതില് ഒരു ത്വരീഖത്ത്, ത്വരീഖത്ത് പറഞ്ഞെന്താ? ഈ ശരീഅത്ത് അനുസരിച്ച് അമല് ചെയ്യാം, അനുവദിക്കപ്പെട്ട അനാവശ്യമായ സംഗതികളൊക്കെ ഒഴിവാക്കുക, സൂക്ഷ്മത പാലിക്കുക, അങ്ങനെയാണ് പിന്നെ ഹഖീഖത്തിലേക്ക് എത്തുക. തിരിഞ്ഞോ? പിന്നെ എന്തുകൊണ്ട്? വലാഹിറുൻ, പുറമുണ്ട്, വബാത്തിനുൻ, അകമുണ്ട്. മനസ്സിലായോ? വലാ വുസൂല, വലാ വുസൂല,
നിനക്ക് ചേരാൻ സാധ്യമല്ല. വലാ ഉസൂല, ഓ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യ, നിനക്ക് ചേരാൻ കഴിയില്ല. ഇലാ നിഹായത്തിഹാ, ആ ഹിദായത്തിന്റെ പാരമ്യത്തിലേക്ക്, അറ്റത്തിൽ, അവസാനത്തിലേക്ക്, ഹഖീഖത്തിലേക്ക് ചെന്ന് ചേരാൻ കഴിയില്ല. ഇല്ലാ ബഅദ ഇഹ്കാമി ബിദായത്തിഹാ, അതിന്റെ ആ തുടക്കണ്ടല്ലോ, അതായത് ഈ ശരീഅത്ത്, തുരീഖത്ത്, അതിനെ ദൃഢമാക്കൽ കൊണ്ടല്ലാതെ, സുശക്തമാക്കൽ കൊണ്ടല്ലാതെ, അത് കൃത്യമായി ചെയ്യണം. ഇവിടെ ആദ്യം തന്നെ ഇവിടെ ഔലിയാക്കളായിട്ട് സമയം ആൺകൾക്ക് നിസ്കാരവും ഇല്ല, നോമ്പൂല്ല, അങ്ങനെ നടക്കുന്നത്. തെണ്ടി അടക്കുക അവിടെ ഇവിടെയൊക്കെ, അതൊന്നും അല്ല ഔലിയാക്കൾ പറഞ്ഞാൽ. ശരീഅത്തിന് നിയമങ്ങൾ കാർക്കശ്യ രൂപത്തിൽ പാലിച്ച് അവസാനം ഉണ്ടായി തീരുന്ന സംഗതി ഹഖീഖത്ത് പറഞ്ഞത്. അപ്പൊ തുടക്കം സുഭദ്രമാക്കണം. മനസ്സിലായോ? വലാ ഉസൂല, ചെന്ന് ചേരാൻ സാധ്യമല്ല. ഇലാ നിഹായത്തിഹാ, ആ ഹിദായത്തിന്റെ അവസാനത്തിലേക്ക്. ഇല്ലാ ബഅദ ഇഹ്കാമി ബിദായത്തിഹാ, അതിന്റെ ആ ഹിദായത്തിന്റെ തുടക്കം അത് സുശക്തമാക്കൽ കൊണ്ടല്ലാതെ, ദൃഢമാക്കൽ കൊണ്ടല്ലാതെ. വലാ ഉസൂറ, വെളിപ്പെടൽ, വെളിവാകൽ സാധ്യമല്ല. അലാ ബാത്തിനിഹാ, അതിന്റെ എന്താ പറയാ, അതിന്റെ ഉള്ളറകൾക്കുമേൽ വെളിവാകൽ സാധ്യമല്ല. ഇല്ലാ ബഅദൽ ഉഖൂഫി, നിലകൊള്ളൽ കൊണ്ടല്ലാതെ. അലാ വാഹിരിഹാ, അതിന്റെ പുറത്തിനുമേൽ, അതിന്റെ പുറത്തിനുമേൽ. മനസ്സിലായോ? പുറം നോക്കി മനസ്സിലാക്കിയിട്ടല്ലാതെ ഉള്ളിക്കെത്താൻ കഴിയില്ല. അതായത് ചുരുക്കി പറഞ്ഞ ശരീഅത്തും ത്വരീഖത്തും സുദൃഢമാക്കിയാലേ ഹഖീഖത്ത് കിട്ടുള്ളൂ എന്നർത്ഥം. വഹാ, അറിയണം, അനാ, ഞാൻ, മുശീറുൻ അലൈക, നിന്റെ മേൽ ഇതാ സൂചിപ്പിക്കുന്നു, നിനക്കിതാ ചൂണ്ടിക്കാണിച്ചു തരുന്നു. ബിബിദായത്തിൽ ഹിദായത്തി, ഈ കിതാബ് അതാണ്. ബിബിദായത്തിൽ ഹിദായത്തി, ആ ഹിദായത്തിന്റെ ആരംഭം. ഹിദായത്തിന് ആരംഭം അറിഞ്ഞില്ലേ? അള്ളാഹുവിലേക്ക് ചെന്ന് ചേരുക, അതിന്റെ തുടക്കമാണിത്. അതെന്തിനു വേണ്ടി? അതായത് അമലുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ ചെയ്യേണ്ട അമല അതിൽ പറയുന്നത്. അതെന്തിനു വേണ്ടി? ലിതുജദ്ദിബ ബിഹാ, ഈ ഹിദായത്തിന്റെ ബിദായത്ത് കൊണ്ട്, ആരംഭം കൊണ്ട് നീ പരിശോധിക്കാൻ വേണ്ടിയിട്ട്, നഫ്സക, നിന്റെ ശരീരത്തെ, ഈ തെറ്റുകൊണ്ട് നിരന്തരം കൽപ്പിക്കുന്ന ശരീരത്തെ ഈ ഹിദായത്തിന്റെ തുടക്കം കൊണ്ട് നീ പരിശോധിക്കണം. വതംതഹന ബിഹാ, അതുകൊണ്ട് നീ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഖൽബക്കാനിന്റെ ഹൃദയത്തെ. മനസ്സിലായോ? ഫൈൻ സ്വാദഫ്ത, അപ്പോൾ നീ എത്തിച്ചാൽ ഖൽബക്കാനിന്റെ ഹൃദയത്തെ, ഇലൈഹ, ആ സന്മാർഗത്തിന്റെ തുടക്കത്തിലേക്ക്, അതായത് അമലുകളിലേക്ക്, മാഇലൻ, ചായുന്നതായിട്ട്. വനഫ്സക, നിന്റെ നഫ്സിനെ നീ എത്തിച്ചു, ബിഹാ മുതാബിഅൻ, അതിന് കീഴ്പ്പെടുന്നതായിട്ട്. നിസ്കരിക്കാനും നോമ്പോൽക്കാനും സക്കാത്ത് കൊടുക്കാനും ഹജ്ജ് ചെയ്യാനൊക്കെ അനുസരിക്കുന്നുണ്ട്, അങ്ങനെ എത്തിച്ചു. വലഹാ ഖാബിലതൻ, അവയെ സ്വീകരിക്കുന്നതായിട്ട് എത്തിച്ചാൽ, ഫദൂനക, അപ്പോൾ നീ പിടിച്ചോ. അത്തതല്ലുഅ, എന്തിനെ പിടിച്ചോ? കയറലിനെ പിടിച്ചോ. അതുപോലെ തഗൽഗുല, സഞ്ചാരത്തെയും പിടിച്ചോ എന്ന് പറഞ്ഞാൽ കയറിക്കോ, സഞ്ചരിച്ചോ എന്നർത്ഥം. അതൊക്കെ ഓരോ പ്രയോഗങ്ങളാണ്. ഫീ ബിഹാരിൽ ഉലൂമി, അറിവിന്റെ പാരാവാരങ്ങളിൽ, സമുദ്രങ്ങളിൽ. മനസ്സിലായോ? അതല്ലാതെ വെറുതെ തലയിട്ട് തിരിഞ്ഞിട്ട് കാര്യമില്ല.